അശാസ്ത്രീയമായ ചികിത്സാ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുക. ഈ സംഭവം കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നതല്ല. ഇതും ഈ പറയുന്ന പോലെ തുടർച്ചയായി കേൾക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഓർത്ത് ഞെട്ടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ പോലീസിൽ പരാതി വരികയാണ്. കുറ്റ്യാടി സ്വദേശി ഹാജറ മരിച്ച സംഭവത്തിൽ അക്യുപങ്ചർ സ്ഥാപനത്തിനെതിരെയാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. ഹാജറയ്ക്ക് ഗുരുതരമായ ക്യാൻസർ രോഗമാണെന്ന് മനസ്സിലായിട്ടും അത് മറച്ചുവെച്ച് അക്യുപങ്ചർ ചികിത്സ നൽകിയെന്നും വിദഗ്ധ ചികിത്സ നൽകുന്നത് തടസ്സപ്പെടുത്തിയെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. യൂസുഫ് എന്നയാളുടെ പേരിൽ പ്രവർത്തിക്കുന്ന കുറ്റ്യാടിയിലെ അക്യുപങ്ചർ കേന്ദ്രത്തിനും ചികിത്സ നടത്തിയ ഫെമിന, കോഴിക്കോട്ടെ ഷിബായ് റിയാലു എന്നിവർക്കുമെതിരേക്കാണ് ഈ പരാതി ഇപ്പോൾ പുറത്തുവരുന്നത്. മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരമുള്ള ചികിത്സാ യോഗ്യതയോ രജിസ്ട്രേഷനോ ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്തനാർബുദമായിരുന്നു ഹാജറയ്ക്കുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അവരുടെ മരണം സംഭവിച്ചത്. മുഹമ്മദ് ഷഹീദ് ഉണ്ട്. ഷഹീദ്, തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് ഹാജറയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ഗുരുതരമായ ക്യാൻസർ രോഗത്തിന് അക്യുപങ്ചർ ചികിത്സയ്ക്ക് വിധേയരാക്കിയതിനെ തുടർന്ന് മരിച്ച കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ഹാജറ, അവരുടെ കുടുംബമാണ് ഇന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഹാജറയെ ചികിത്സിച്ച കുറ്റ്യാടിയിലെ അക്യുപങ്ചർ സ്ഥാപനം, അവിടെ ചികിത്സയായിരുന്ന ഫെമിന എന്ന ചികിത്സക, കോഴിക്കോട്ടെ ഷുഹൈബ് റിയാലു എന്ന അക്യുപങ്ചറിസ്റ്റ്, ഈ 3 പേർക്കെതിരെയും പരാതിയിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഗുരുതരമായ ക്യാൻസർ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ രോഗിയോടോ ഹാജറയോടോ അവരുടെ ബന്ധുക്കളോടോ ഇക്കാര്യം അറിയിച്ചില്ല, മറച്ചുവെച്ചു. ഒപ്പം തന്നെ ആധുനികമായ ശാസ്ത്രീയമായ ചികിത്സ നടത്തി രോഗം ഭേദമാക്കാൻ കഴിയുമായിരുന്നിട്ടും അത് തടസ്സപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ നിയമപ്രകാരമുള്ള യാതൊരുവിധ രജിസ്ട്രേഷനോ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ചികിത്സകർ ആളുകളെ പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പരിശോധിച്ച് രോഗി മരിക്കാനിടയായ സംഭവത്തിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് കൂടി ഈ പരാതിയിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ അക്യുപങ്ചറിൻ്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റ്യാടി സ്വദേശിയായ അടുക്കത്ത് വാളി സ്വദേശിയായ ഹാജറ ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചത്. തീർച്ചയായിട്ടും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് വരെ അക്യുപങ്ചർ ചികിത്സാ രീതി പിന്തുടരുന്നതാണ് പ്രശ്നമാകുന്നത്. എന്തായാലും ഷഹീദ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇതാദ്യമായിട്ടുള്ള അക്യുപങ്ചറിനെ പറ്റി കേൾക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ പല ഭാഗങ്ങളിലും പല വീടുകളിലും ഇത്തരത്തിലുള്ള ചികിത്സാ രീതി പിന്തുടരുന്ന ആളുകളുണ്ട്. എന്താണ് അക്യുപങ്ചർ ചികിത്സാ രീതി എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അക്യുപങ്ചർ ചികിത്സാ രീതി അത് ഇന്ത്യയിലുണ്ട്. എവിടെയാണ് ഇതിന് തുടങ്ങിയത് എന്നതിനെ പറ്റിയുള്ള പല ചർച്ചകളും നടന്നു വരുന്നത്. ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചൈനീസ് ചികിത്സാ രീതിയാണ്. പരമ്പരാഗതമായി ചൈനീസ് ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ. ഇതൊരു ബദലല്ല എന്നുള്ള കാര്യം ആദ്യമേ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. നേർത്ത സൂചികൾ അത് ശരീരത്തിൽ കുത്തിക്കൊണ്ട് ചികിത്സിക്കുന്നു. ഇതാണ് ഈ ചികിത്സയുടെ ഏറ്റവും ബേസിക് കാര്യം എന്ന് പറയുന്നത്. സൂചി കൊണ്ടുള്ള കുത്തൽ എന്നുള്ളതാണ്. അക്യുപങ്ചർ എന്നുള്ള പദത്തിന് അർത്ഥം തന്നെ സൂചി കൊണ്ടുള്ള കുത്തൽ എന്നാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ഇല്ല എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണ് അക്യുപങ്ചർ ചികിത്സാ രീതി വിമർശനത്തിന് വിധേയമാവുകയും ചെയ്യുന്നത്. മരുന്നുകളൊന്നും തന്നെയില്ല. മരുന്നില്ലാത്ത ചികിത്സാ രീതിയാണ്. സൂചി മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത്. മറ്റു പാർശ്വഫലങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ ചികിത്സാ രീതി പിന്തുടരുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം. ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് ഫലപ്രദമാണെന്നും ചിലർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊന്നും ഒരു തരത്തിലും ഇതിൽ ഫലമുണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അക്യുപങ്ചറിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ചിലർ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഭേദമാക്കാൻ അല്ലെങ്കിൽ രോഗം മാറ്റാനല്ല, മറ്റു തരത്തിൽ ഇത് ഉപയോഗപ്പെടുമെന്ന് അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്ന ആളുകളുമുണ്ട്. അതായത് ഉചിതമായിട്ടുള്ള ചികിത്സാ രീതി ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാന പ്രശ്നമാകുന്നത്. നമുക്ക് എന്ത് ചികിത്സയാണോ വേണ്ടത് അത് ലഭ്യമാകാതെ പോകുന്നു. പ്ലേസേബോ പ്രഭാവം ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വേദന സംഹാരിയായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വേദന മാറുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുകയും അങ്ങനെ ഈ ചികിത്സാ രീതിയോട് ആളുകളെ അടിമപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാക്കുന്ന വിധേയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അക്യുപങ്ചർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. മാരക രോഗങ്ങൾ ഉള്ള ആളുകൾ അക്യുപങ്ചർ ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ അത് അപകടകരമാണ് എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അറിവില്ലാതെ ഈ ചികിത്സ നടത്തുകയും ഒപ്പം തന്നെ അണുവിമുക്തമാക്കാത്ത സൂചികൾ ഇതിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് അക്യുപങ്ചർ എന്നുള്ള ചികിത്സാ രീതിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ നിയമവശങ്ങൾ ഇത് പിന്തുടരുന്ന ആളുകളുണ്ട്, പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുള്ളതല്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാനമായി ഓർക്കേണ്ട ഇത്ര മാത്രമാണ്, ഇത് മാരകമായിട്ടുള്ള ഒരു രോഗങ്ങൾക്കും അക്യുപങ്ചർ ബദലല്ല. അതിനെ തേടി പോകേണ്ടതുമില്ല.